ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1 മാസത്തിനുള്ളിൽ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മന്ത്രി വി. ശിവൻകുട്ടി നിർദ്ദേശം നൽകി. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കള്ളിംഗ് നടപടി പൂർത്തിയായി. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗോവ, കർണാടക, ഝാർഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് ഗോവയിലേക്ക് പോകുന്ന രാഷ്ട്രപതി നാളെ കർണാടകയിലെ കാർവാർ തുറമുഖത്ത് നിന്ന് അന്തർവാഹിനിയിൽ കടൽയാത്ര നടത്തും. തിങ്കളാഴ്ച ഝാർഖണ്ഡിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. 29-ന് വൈകിട്ട് പാളയം LMSൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹസംഗമം പരിപാടിയിൽ ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്നേഹ സന്ദേശം നൽകും. 30-ന് വർക്കല ശിവഗിരിയിലും തുടർന്ന് നാലാഞ്ചിറ മാറിവാനിയസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. ആകാശവാണി, ദൂരദർശൻ, AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിൽ പരിപാടി തത്സമയം ലഭ്യമാണ്. സംസ്ഥാനത്തെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും തിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വി. പ്രിയദർശിനി അധികാരമേറ്റു. BP മുരളിയാണ് വൈസ് പ്രസിഡന്റ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയുടെ R. ലതാദേവിയും വൈസ് പ്രസിഡന്റായി SR. അരുണും സ്ഥാനമേറ്റു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റായി UDFലെ ദീനാമ റോയ് സ്ഥാനമേറ്റു. അനീഷ് വരിക്കണ്ണാമല വൈസ് പ്രസിഡന്റായി. KPCC ജനറൽ സെക്രട്ടറി ജോഷി ഫിലിപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. ബിന്ദു സെബാസ്റ്റ്യൻ ആണ് വൈസ് പ്രസിഡന്റ്. A. മഹേന്ദ്രൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ഷീന സനൽകുമാർ വൈസ് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഷീല സ്റ്റീഫനും വൈസ് പ്രസിഡന്റായി TS സിദ്ദിഖും തെരഞ്ഞെടുക്കപ്പെട്ടു. UDFലെ KG രാധാകൃഷ്ണൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായി. സിൻഡ ജേക്കബ് ആണ് ഉപാധ്യക്ഷൻ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മേരി തോമസും വൈസ് പ്രസിഡന്റായി TK സുധീഷും സത്യപ്രതിജ്ഞ ചെയ്തു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ TM ശശി തെരഞ്ഞെടുക്കപ്പെട്ടു. N. സരിതയാണ് വൈസ് പ്രസിഡന്റ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി PA ജബ്ബാർ ഹാജിയും വൈസ് പ്രസിഡന്റായി AP സ്മിജിയും ചുമതലയേറ്റു. UDFലെ മില്ലി മോഹൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും KK നവാസ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ചന്ദ്രിക കൃഷ്ണൻ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും T. ഹംസ വൈസ് പ്രസിഡന്റായും സ്ഥാനമേറ്റു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ ബിനോയ് കുര്യനും വൈസ് പ്രസിഡന്റായി T. ഷബ്നയും സ്ഥാനമേറ്റു. കാസർഗോഡ് സാബു എബ്രഹാം പ്രസിഡന്റായും KK സോയ വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോട്ടയം എരുമേലി പഞ്ചായത്തിൽ ക്വാറം തികയാത്തതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. UDF തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതാണ് കാരണം. ഈ മാസം 29-ന് രാവിലെ 10:30-ന് വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. തിരുവനന്തപുരം പോത്തൻകോട് പഞ്ചായത്തിൽ സ്വതന്ത്ര പിന്തുണയോടെ LDF ഭരിക്കും. മംഗലപുരം പഞ്ചായത്തിൽ LDF പിന്തുണയോടെ സ്വതന്ത്രനും അണ്ടൂർക്കോണം പഞ്ചായത്തിൽ BSP പിന്തുണയോടെ UDFും പ്രസിഡന്റായി. മണമ്പൂർ, കല്ലിയൂർ പഞ്ചായത്തുകളിൽ സ്വതന്ത്ര പ്രസിഡന്റായി. കൊട്ടാരക്കര, നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി BJPയിലെ വിദ്യ V തെരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടയം കുമരകം ഗ്രാമപഞ്ചായത്തിൽ UDF BJP പിന്തുണയിൽ നറുക്കെടുപ്പിലൂടെ സ്വതന്ത്രൻ പ്രസിഡന്റായി. 1-ാം വാർഡിൽ നിന്നും വിജയിച്ച PA ഗോപിയാണ് പ്രസിഡന്റായത്. തുല്യ വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പ് വേണ്ടിവന്ന ഇടുക്കി ജില്ലയിലെ മണക്കാട്, കൊക്കയാർ, രാജകുമാരി പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് പദവി LDFനും പള്ളിവാസൽ പഞ്ചായത്തിൽ UDFനും ലഭിച്ചു. തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് UDF വിമത സ്ഥാനാർത്ഥി ടെസി ജോസ് പ്രസിഡന്റായി. BJPയുടെ പിന്തുണയോടെയാണ് വിജയം. മലപ്പുറത്ത് പൊന്നാനി ഒഴിച്ചുള്ള 14 ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDFനാണ്. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ UDF RMP ജനകീയ മുന്നണിയുടെ കോട്ടയിൽ രാധാകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. RJDയുടെ രജനി തെക്കേത്തയിൽ വോട്ട് മാറി ചെയ്തതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം ജനകീയ മുന്നണിക്ക് ലഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് നാളെ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000 പ്രതിനിധികൾ കോൺഗ്രസിൽ പങ്കെടുക്കും. ഇതാദ്യമായാണ് ഒരു ഗവൺമെന്റ് കോളേജ് ചരിത്ര കോൺഗ്രസിന് വേദിയാകുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖലയിലെ ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനുള്ളിൽ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. മിനിമം വേതന കമ്മിറ്റി മുഖേന നടത്തിയ ചർച്ചകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സർക്കാർ നേരിട്ട് വിജ്ഞാപനമിറക്കാൻ തീരുമാനിച്ചത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴയിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് നടപടികൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ പക്ഷികളെ കൊന്ന് മറവ് ചെയ്യുന്ന കള്ളിംഗ് നടപടി പൂർത്തിയായി. ഏകദേശം 15,000-ഓളം പക്ഷികളെയാണ് കഴിഞ്ഞ 2 ദിവസമായി കൊന്നൊടുക്കിയത്. പക്ഷികളെ കൊന്ന ശേഷം വിറക്, ഡീസൽ, പഞ്ചസാര തുടങ്ങിയ ഉപയോഗിച്ച് കത്തിക്കും. കത്തിച്ച സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച അണുനശീകരണം നടക്കും. ഇതിനായി പ്രത്യേക സംഘത്തെ സജ്ജമാക്കിയിട്ടുണ്ട്. പുതുവത്സര ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾക്കിടയിൽ പക്ഷിപ്പനി എത്തിയത് 10,000-ഓളം വരുന്ന കർഷകരെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇടം നേടി ചരിത്രം സൃഷ്ടിച്ച തൃശൂരിന്റെ ബോൺ നദാലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. 1000-ഓളം മാലാഖമാർ, സ്കേറ്റിംഗ്, ബൈക്ക്, വീൽചെയർ പാപ്പമാർ ഉൾപ്പെടെ 15,000-ലധികം പേർ പാപ്പാവേഷത്തിൽ ഘോഷയാത്രയിൽ അണിചേരുന്നു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ മണ്ഡലപൂജ ഇന്ന് രാവിലെ നടന്നു. രാത്രി 11-ന് നടയടയ്ക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് നട വീണ്ടും തുറക്കും. ജനുവരി 14-ന് വൈകിട്ട് തിരുവാഭരണം ചാർത്തി മഹാദീപാരാധനയും മകരജ്യോതി ദർശനവും നടക്കും. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വൈകുന്നേരം 7-നാണ് മത്സരം. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 3-0 മുന്നിലാണ്. 5ാമത് ചീഫ് സെക്രട്ടറിമാരുടെ ത്രിദിന ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയാണ്. പ്രധാനമന്ത്രി നാളെയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കനത്ത മൂടൽമഞ്ഞ് തുടരുന്നതിനാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. 19 ട്രെയിനുകൾ 2 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നതെന്ന് റെയിൽവേ അറിയിച്ചു. യാത്രക്കാർ ട്രെയിൻ ഷെഡ്യൂളുകൾ പരിശോധിക്കണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരുടെ പേര് ചേർക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനായി സർക്കാർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന നേപ്പാൾ സ്വദേശിനിയെ മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ഡോക്ടർമാരുമായി മന്ത്രി ആശയവിനിമയം നടത്തി. യുവതിയുടെ ബന്ധുക്കളുമായും മന്ത്രി സംസാരിച്ചു. മികച്ച ചികിത്സ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനറൽ ആശുപത്രി സംഘവുമായി മന്ത്രി ചർച്ച ചെയ്തു. തൃശൂർ മേയർ സ്ഥാനത്തേക്ക് തഴഞ്ഞതിന് പിന്നാലെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചുനിൽക്കുന്നതായി തൃശൂരിലെ കൌൺസിലർ ലാലി ജെയിംസ്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസുകാരിയെ തുടരുമെന്ന് ലാലി ജെയിംസ് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് നടപടി നേരിട്ടതിന് പിന്നാലെയാണ് ലാലിയുടെ പ്രതികരണം. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം 2025 നാളെ കണ്ണൂരിൽ. 30 വരെ നടക്കുന്ന കലോത്സവം നാളെ വൈകിട്ട് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും തിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനുള്ളിൽ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കള്ളിംഗ് നടപടി പൂർത്തിയായി. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.